ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ അച്ചാർ പാക്ക് ചെയ്യുന്നതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ മാങ്ങച്ചാറാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അച്ചാറിട്ട് 2 ദിവസം വെച്ച ശേഷം അത് നന്നായിട്ട് തണുക്കുമ്പോൾ അത് ഇതുപോലൊരു ബക്കറ്റിലിട്ട് നമ്മൾ സൂക്ഷിക്കാറാണ് ചെയ്യാറ്. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യാനുസരണം നമ്മൾ ബോട്ടിൽ നിറച്ച് കടകളിൽ സെയിൽ ചെയ്യാറാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അച്ചാർ ഇടുന്നതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് അച്ചാറാണ്, നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അതേ രുചിയിലും ടേസ്റ്റിലൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അധികം കെമിക്കലൊന്നുമില്ല, വിനാഗിരി മാത്രമാണ് ചേർക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അധികം നാൾ നീണ്ടു നിൽക്കത്തൊന്നുമില്ല. 3 മാസത്തെ കാലാവധി നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 2 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അച്ചാർ തിരിച്ചെടുക്കും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, അത്രയ്ക്കേ നിൽക്കത്തുള്ളൂ അച്ചാർ. അപ്പോൾ ഹോം മെയ്ഡ് അച്ചാർ ആയതുകൊണ്ട് കടകളിൽ നിന്ന് വിളിയുണ്ട്, ആവശ്യക്കാർ ഒത്തിരിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കച്ചവടം നമ്മൾ നിർത്തത്തില്ല കേട്ടോ, മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. എൻ്റെ ഏട്ടൻ്റെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഞാൻ ഈ കച്ചവടം ഒരിക്കലും നിർത്തത്തില്ല. ഞാനും എൻ്റെ ഏട്ടനും ഒരു മനസ്സോടെ നിന്നാണ് ഈ തൊഴിൽ ഇതുവരെ കൊണ്ട് എത്തിച്ചത് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിനു വേണ്ടി ഒരുപാട് കടം വാങ്ങി എടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഈ തൊഴിൽ കളയത്തില്ല. നമ്മുടെ കയ്യിലുള്ളതുപോലെ തന്നെ നമ്മൾ ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ നമ്മുടെ താരാസ് അച്ചാർ വേണമെന്നുള്ളവർ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.